ഫോട്ടോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കിതപ്പിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കശ്മീരിലെ കലറൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ കലറൂസ് കേവ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള, കശ്മീരിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേവ് സിസ്റ്റത്തിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കേവ് സിസ്റ്റമാണിത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ഫോട്ടോ വ്ളോഗിലൂടെ. അപ്പോൾ ഇതൊരു കാട്ടിൻ്റെ ഉള്ളിലൊന്നല്ല ഈ കേവ് ഉള്ളത്, ഒരു നാട്ടിലാണ്. അപ്പോൾ കണ്ടോ, കലറൂസ് വില്ലേജാണ് നമ്മൾ ഈ ചുറ്റും കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ ഏകദേശം ആ ഒരു ഡയറക്ഷനിൽ ഇനി ഒരു 500 മീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തെത്തും. അപ്പോൾ കശ്മീരിലെ ലോലാബ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കേവ് സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു, കശ്മീരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഇത് ശരിക്കും വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു കേവ് സിസ്റ്റമാണ്. ഇവിടെ നിങ്ങൾ ഗൂഗിളിൽ ഈ കലറൂസ് കേവ്സ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കക്കാരും അതുപോലുള്ള വിദേശികളൊക്കെ ഈ ഒരു കേവ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതിൻ്റെ ഫോട്ടോസും പിന്നെ വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൂരത്ത് കാണുന്ന ഒരു ചെറിയൊരു സാധനം കണ്ടോ, അപ്പോൾ അതാണ് ആ ഒരു കേവിൻ്റെ എൻട്രി. നമ്മൾ നടന്ന് വന്നിട്ട് ആ ഒരു കേവ് സിസ്റ്റത്തിൻ്റെ ഒരു ഓപ്പണിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കലറൂസ് കേവിൻ്റെ, ഇത് ശരിക്കും കലറൂസ് കേവ് അല്ല കേട്ടോ, അപ്പോൾ അതിൻ്റെ കുറച്ച് മുമ്പായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൽ 7 ഇതുപോലുള്ള ഹോളുകളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടുത്ത് കാണാം. ഇതൊരാൾക്ക് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ അതിൽ ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതുള്ളത്. അപ്പോൾ ഇതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു ഹോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ കയറിയിട്ട് ഇതാ പെയിൻ്റൊക്കെ അടിച്ച് നാശാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പെയിൻറ്റ് വെച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഥാപാത്രം കേവ് ഇവിടുന്ന് കുറച്ചുകൂടി ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഞാൻ ആദ്യം താഴ്ന്ന് കണ്ടപ്പോൾ ഇതാണ് കേവിൻ്റെ എൻട്രി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് കേവിൻ്റെ അടുത്തേക്ക് നടന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കേവ് സിസ്റ്റത്തിൻ്റെ ഓപ്പണിങ്ങിലേക്കുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ നമുക്ക് നേരെ കയറി പോകുമ്പോൾ ആളുകൾ നടന്ന് തയങ്ങിയ ആ ഒരു ട്രെയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്രെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ച് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേവിൻ്റെ മുമ്പിൽ എത്താൻ പറ്റും എന്നാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അധിക ദൂരമൊന്നും പോകാനില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 400-500 മീറ്ററോളം നടക്കാനേ ഉള്ളൂ ആ ഒരു കേവിലേക്ക് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ നടന്നിട്ട് ആ ഒരു കേവിൻ്റെ ഓപ്പണിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് മുമ്പ് വന്ന ടൂറിസ്റ്റുകളൊക്കെ നല്ല ആൾക്കാർ വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരിട്ട പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആൾക്കാർ ഇവിടെ ആകെ നാശമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം 3 കേവുകളാണുള്ളത്. ഒരെണ്ണം ഇതാണ്, പിന്നെ രണ്ടാമത്തെ ഇതാണ്, പിന്നെ ഉള്ളത് ഒരെണ്ണം മുകളിലാണുള്ളത്. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മിലിറ്ററി ഏതോ ഒന്ന് എക്സ്പ്ലോസീവ്സ് വെച്ചിട്ട് പൊട്ടിച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടിട്ട് തകർന്ന രൂപത്തിലാണ്. അപ്പോൾ ഇതാണോ ഇനി നമ്മുടെ 3ാമത്തെ കേവ് ആണോ അത് എന്ന് എനിക്ക് ഇപ്പം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു കേവ് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ്, താഴോട്ടാണ് ഇതിൻ്റെ ഇറക്കമാണ്. പിന്നെ നമ്മൾ ഈ ഒരു കേവ് നോക്കുകയാണെങ്കിൽ ഇത് മുകളിലോട്ട് കയറിപ്പോകുന്ന തരത്തിലാണ് ഈ ഒരു കേവ് ഉള്ളത്. അപ്പോൾ ഇനി ഈ ഒരു കേവിൻ്റെ ബാക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ കേവിൻ്റെ പേര് കാലാറൂസ് എന്നാണ്. കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗൺ ആണ് അതിൻ്റെ മീനിങ്. റൂസ് എന്ന് പറഞ്ഞാൽ റഷ്യ എന്നാണ് ഇവരുടെ കശ്മീരി ലാംഗ്വേജിൽ. അപ്പോൾ കാലാറൂസിൻ്റെ മീനിങ് റഷ്യയുടെ ക്രൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ടണൽ നമ്മുടെ ഇന്ത്യ, ഈ ഒരു കശ്മീരിലെ ഈ ഒരു സ്ഥലത്തെയും റഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടണലാണെന്നൊരു കഥയുണ്ട്. അത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ അതൊരു മിത്തായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടണൽ എക്സ്പ്ലോർ ചെയ്ത ആൾക്കാർക്കും പിന്നെ ഇത് മുഴുവനായിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ടണലായിട്ടുള്ള വലിയ ഓപ്പണിംഗ് ഉണ്ടായിരുന്ന ടണലാണ് ആർമി എക്സ്പ്ലോസീവ്സ് വെച്ചിട്ട് പൊട്ടിച്ച് കളഞ്ഞത്. അപ്പോൾ ഈ ഒരു കേവ് സയൻറ്റിഫിക്കലി എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആളുകൾക്ക് ആ ഒരു കേവിനെ ഈ ഒരു മിലിറ്ററി ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടും പിന്നെ തകർത്ത് കളഞ്ഞുകൊണ്ടൊക്കെ അവർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കേവ് ഒരുപാട് ദൂരം പോകുന്നുണ്ടെന്ന് അവരുടെ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അതിൽ റഷ്യയിലൊന്നും എത്തിയിട്ടില്ല. റഷ്യയിൽ പോകണമെങ്കിൽ 3-4 രാജ്യങ്ങൾ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ ഇവിടെ പ്രചരിക്കുന്ന മറ്റൊരു കഥയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷം എന്ന് പറയുമ്പോൾ 2-3 തലമുറ, ഒരു 100-150 വർഷം മുമ്പേ പ്രചരിച്ചൊരു കഥയാണ്. പിന്നെ കുറച്ച് പേര്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുറേ നാളത്തേക്കുള്ള ഫുഡും വെളിച്ചമൊക്കെ ആയിട്ട് ഈ ഒരു ടണലിൻ്റെ അകത്തേക്ക് പോയി.
പിന്നീട് അവരൊരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അവർ റഷ്യയിൽ എത്തിയോ അല്ലെങ്കിൽ ഉള്ളിൽ വെച്ചിട്ട് തന്നെ മരണമടഞ്ഞതാണോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇതൊരു മിത്ത് കഥയാണ്. ഇത് കഥ പോലും ഒറിജിനൽ ആണോ എന്ന് അറിയില്ല, കാരണം അത്രയും വർഷം മുമ്പേ പ്രചരിച്ചൊരു കഥയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കഥയുടെ സോഴ്സോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ കണ്ട ആ ഒരു സ്ക്ലപ്ചർ, അതിൻ്റെയും പഴക്കം, ആ സ്ക്ലപ്ചറിൻ്റെയും ഈ ഗുഹയുടെ ഒന്നും പഴക്കം ഇതുവരെ ആരും നിർണ്ണയിച്ചിട്ടില്ല. അപ്പോൾ ഇത് എന്നുള്ളതാണ്, എങ്ങനെയാണ് ആ ഒരു സ്ക്ലപ്ചർ ഉണ്ടായത്, ആ ഒരു സ്ക്ലപ്ചറിൽ കൊത്തിവെച്ച ഷേപ്പൊന്നും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ആരും കൊത്തിവെച്ചതല്ല. അപ്പോൾ അതിൻ്റെ പിന്നിലെ കഥയൊക്കെ പല പല മിത്തുകളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തുടക്കമോ അല്ലെങ്കിൽ അത് എങ്ങനെ വന്നു എന്നുള്ളൊരു ഓത്തൻറ്റിക് സ്റ്റോറി നമുക്ക് ഇതുവരെ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ, ഞാനൊരു കേവ് എക്സ്പ്ലോറർ അല്ല, അതുപോലെ തന്നെ കേവിൻ്റെ ഉള്ളിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഇതുവരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കേവിൻ്റെ അകത്ത് നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഈ ഒരു കേവിൻ്റെ ഉള്ളോട്ട് മേലോട്ടാണ് കയറേണ്ടത്. അപ്പോൾ അത് ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, പറ്റുമോയെന്നറിയില്ല. ബുദ്ധിമുട്ടുള്ള താഴോട്ട് ഇറങ്ങുന്ന കേവാണ് നമുക്ക് കുറച്ചുകൂടി സുഖമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ടോർച്ചാണ്, പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള ടോർച്ചാണ്. ഈ ഒരു ടോർച്ച് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇന്ന് ഉള്ളോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇവിടെയൊക്കെ നമുക്ക് വെളിച്ചുണ്ട്, ടോർച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് വളരെ വിശാലമായിട്ടുള്ളൊരു ഗുഹയാണ്. അപ്പോൾ ഇവിടെ വന്ന ടൂറിസ്റ്റുകളൊക്കെ നടന്ന ആ ഒരു ഇവിടെ ഷേപ്പായിട്ടുണ്ട്. നമ്മുടെ ഗോപ്രോ വീഡിയോ വളരെ ക്വാളിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ സൗണ്ടും ഇവിടെ എക്കോ അടിച്ചിട്ട് ക്വാളിറ്റി ഉണ്ടാവില്ല. ഇവിടെ മറ്റൊരു ഓപ്പണിങ് കാണുന്നുണ്ട്. ഇതിവിടെ അവസാനിക്കുകയാണ് ഈ ഒരു ഗുഹ. ഓക്കെ, ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. യെസ്, നിങ്ങൾ കണ്ടോയെന്നറിയില്ല, 2 വവ്വാലുകൾ അങ്ങോട്ട് പറന്നുപോയി. അപ്പോൾ ഇവിടെ കാണണം വവ്വാലൊക്കെ. ഇവിടെ കംപ്ലീറ്റ് ഡാർക്കാണ്, ഫുൾ സൈലൻസ് ആണ്. ഓക്കെ, ഒരു വവ്വാലിനെ കാണാൻ പറ്റുന്നുണ്ട് നമുക്കവിടെ, അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇറ്റ് സ്മെൽസ് ബാഡ്. ഒരുമാതിരി വൃത്തികെട്ട മണം വരുന്നുണ്ട് ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ നിന്ന്. ഓ, അതുപോലെ തന്നെ താഴത്ത് ഇവിടെ ഒരല്പം വെള്ളവും കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു കേവിൻ്റെ അകത്ത് നമുക്ക് നിവർന്ന് നിൽക്കാനൊക്കെ ഉള്ളത് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. മേലോട്ട് ഇഷ്ടം പോലെ സ്ഥലമാണ്. ഞാൻ കൈ പൊക്കിയാൽ പോലും മുകളിൽ തട്ടില്ല, നല്ല വലുപ്പമുള്ളൊരു കേവ് സിസ്റ്റമാണത്. അപ്പോൾ ഇനിയും നമ്മൾ ഇത് ഓഫായില്ല. അപ്പോൾ ഇനിയും നമ്മൾ ഉള്ളോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ അവിടെ ടോർച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലൈറ്റിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഇനിയും ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപകടമാണ്, എനിക്ക് അതിനുള്ളൊരു ധൈര്യമില്ല. അപ്പോൾ നമ്മളിനി തിരിച്ചിറങ്ങുകയാണെങ്കിൽ താഴോട്ടുള്ളൊരു കേവില്ലേ, 2ാമത്തെ കേവ്, നമുക്ക് ആ ഒരു കേവിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് തിരിച്ചു പോവാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഈ ഒരു എപ്പിസോഡ്. നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോവാണ്. കാരണം നമ്മുടെ ക്യാമറയും പിന്നെ നമ്മുടെ ചെറിയൊരു ബാഗ് ഉണ്ട്, അത് ഞാൻ ഈ ഒരു കേവിൻ്റെ ഓപ്പണിങ്ങിൽ അവിടെയാണ് വെച്ചത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു കേവിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പോയിട്ട് തിരിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ആർക്കിയോളജിക്കൽ വാല്യൂ ഉള്ളൊരു കേവാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഏറ്റവും അറ്റത്തേക്കൊന്നും ആരും പോയിട്ടില്ല, ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പഴയ പണ്ട് കാലത്തെ വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഈ ഒരു കേവിലേക്കാണ്. ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ഇനി പതുക്കെ നമുക്ക് ഇറങ്ങാം ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇത് താഴോട്ടുള്ള ഇറക്കമാണ്. അപ്പോൾ ഇത് കയറി പോലായിരുന്നെങ്കിൽ ഇത് താഴോട്ടാണ്.
പിന്നെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഞാൻ ഭയങ്കര റിസ്ക് ആണ് എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല, വലിയ റിസ്കി അല്ല. നമ്മൾ റിസ്കി ആയിട്ടുള്ള സംഭവം ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഒരുത്തനും ഉണ്ടാവില്ല എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് നമ്മൾ റിസ്കി ആയിട്ടുള്ള സംഭവം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലെ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് ഉള്ളോട്ട് അധികം കയറി പോകാനൊന്നും ശ്രമിക്കരുത്. പറ്റുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ അതിലധികമോ ആൾക്കാരായിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം. അപ്പോൾ അതിന് മുൻപായിട്ട് ബാഗ് ഇവിടെ വെക്കട്ടെ. ബാഗും ക്യാമറയും കൊണ്ട് ഉള്ളോട്ട് പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് റിസ്ക്കാണ്. യെസ്, നിൽക്കാം അവിടെ. അപ്പോൾ ഇത് സാധാരണ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണെങ്കിലും ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗണും പിന്നെ പുറത്തുനിന്ന് ടൂറിസ്റ്റുകളൊക്കെ വരാത്തതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാനിതിവിടെ വെച്ച് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വരുന്ന ഇത്രയും ഒരു സമയത്തിനിടയ്ക്ക് വരെ ഞാൻ ആരും കണ്ടിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി സേഫ്. ഇത് കുറച്ചും കൂടി കഷ്ടപ്പാടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. നമ്മൾ നുഴഞ്ഞ് കയറണം. ഉള്ളോട്ട് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പേസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ലേസിൻ്റെയും അതുപോലത്തെ ചിപ്സുകളുടെയൊക്കെ പാക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റേ ഗുഹേനെ അപേക്ഷിച്ച് ഇതിനകത്ത് കൂടുതൽ കയറുമ്പോൾ തന്നെ ഇരുട്ടാണ്. ഇപ്പോൾ ടോർച്ച് ഉപയോഗിക്കാം. ഇതിനകത്തും നമുക്ക് ആ ഒരു റിഫ്ലക്റ്റീവ് സർഫസ് കാണാൻ പറ്റും. ഫ്ലൂറസെൻ്റ് പോലത്തെ സംഭവമാണ് ഇതാ ഈ ഒരു കാണുന്ന വൈറ്റ് ഭാഗം. ഞാൻ എൻ്റെതായ ഫോണിൻ്റെ ടോർച്ചാട്ടപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഞാനിങ്ങനെ ശ്വാസം വിടുമ്പോൾ അത് ഫോഗായിട്ട് വരുന്നത് ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഏതായാലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെളുത്ത പൊടിയൊക്കെ റിഫ്ലക്റ്റീവ് സംഭവങ്ങളാണ്. ഓക്കെ, ഇത് താഴോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ മേലോട്ട് കയറിപ്പോകുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ വന്നു. ഇനിയുള്ള ഭാഗം മേലോട്ട് കയറ്റമാണ്. ഇനി അവിടെയാണ് ഇതിൻ്റെ ഒരു എൻട്രി, അടുത്തൊരു ടണൽ വരുന്നത്. അപ്പോൾ നമുക്ക് മേലോട്ട് കയറാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടെ അതിനുള്ള എക്യുപ്മെൻ്റ് അല്ല, നമ്മൾ ഇതിൻ്റെ ആളുമല്ല. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്നൊരു രസത്തിന് ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു കേവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി തിരിച്ച് താഴോട്ട് ഇറങ്ങാം. രണ്ട് ഫോൺ പോക്കറ്റിൽ വെക്കട്ടെ. അപ്പോൾ നമുക്കിനി വഴിയെടുത്ത് സ്ഥലം വിടാം. അപ്പോൾ കാശ്മീരിലെ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കളറൂസ് കേവുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ കളറൂസ് കേവിൻ്റെ റഷ്യൻ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ഞാൻ ചിന്തിക്കുമ്പോൾ കാണുന്നൊരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഉപയോഗിക്കുന്ന ചായക്ക് ഉപയോഗിക്കുന്ന സമവാർ എന്ന് പറഞ്ഞൊരു പാത്രമുണ്ട്, സമോവാർ. അപ്പോൾ അത് റഷ്യയിലും അതുപോലെ തന്നെ ഒരു പാത്രമുണ്ട്, അതിൻ്റെ പേരും സമവാർ തന്നെയാണ്. അപ്പം അതുപോലെ ചില റഷ്യൻ ബന്ധങ്ങൾ, പിന്നെ ഈ ഒരു നെയിം ഇവർ അത്രയും പണ്ട് കാലത്തൊക്കെ ആ ഒരു റഷ്യൻ ബേസ്ഡ് പേര് തന്നെ ഈ ഒരു കേവിന് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തൊക്കെയോ ഉണ്ട് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇതൊന്നും തെളിയിക്കപ്പെട്ട കാര്യങ്ങളല്ല. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു കേവ് എക്സ്പെഡിഷൻ ഇങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും എനിക്കതൊരു വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു കേവ് എക്സ്പെഡിഷൻ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് രസകരമായ കുറച്ച് ഇൻഫർമേഷനൊക്കെ ഈ വീഡിയോ നിന്ന്, ഇതുവരെ അറിയാത്ത കുറച്ച് അറിവുകൾ ഈ ഒരു വീഡിയോ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കേവിൽ ഒരുപാട് സ്ഥലത്ത് തൊട്ടാണ്, കൈയൊക്കെ നല്ലോണം വൃത്തിയിൽ കഴുകട്ടെ. ഇത് ഫ്രഷ് വാട്ടർ ആട്ടോ. അതിൻ്റെ മുകളിലോട്ട് ഇനി വേറെ വില്ലേജസ് ഒന്നും ഇല്ല. അപ്പോൾ ഇത് മുകളിൽ നിന്ന് മലമുകളിൽ നിന്ന് വരുന്ന ഐസ് അലിഞ്ഞിട്ട് വരുന്ന വെള്ളമാണ്, നല്ല ക്ലീൻ വാട്ടറാണ്. നല്ല തണുത്ത വെള്ളം. അപ്പോൾ അതൊക്കെ അവിടെ വെക്കട്ടെ, നമുക്ക് വീഡിയോ അവസാനിപ്പിക്കണ്ടേ. മറ്റേതെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്.